തിരുവനന്തപുരത്ത് ദളിത് യുവതിയായ ബിന്ദുവിനെ മാല മോഷ്ടാവാക്കിയ പോലീസിന്റെ കള്ളക്കഥ പൊളിയുകയാണ്. സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ ക്രൂരതകളുടെ കഥ പുറത്തു വരുന്നതിനിടെയാണ് മാല മോഷണ കേസിലെ വഴിത്തിരിവായി ക്രൈംബ്രാഞ്ചിന്റെ തന്നെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടില്ലെന്നും വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെ കുടുക്കാൻ പോലീസ് കഥ ഉണ്ടാക്കിയതാണെന്നും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തി. മറവി പ്രശ്നമുള്ള വീട്ടുടമസ്ഥ ഓമന ഡാനിയൽ മാല സ്വന്തം വീട്ടിലെ സോഫയ്ക്ക് താഴെ വെച്ച് മറക്കുകയായിരുന്നു. മാല പിന്നീട് ഓമന ഡാനിയൽ തന്നെ കണ്ടെത്തുകയായിരുന്നു. ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ മാല വീടിന് പിന്നിലെ ചവറുകൂനയിൽ നിന്നും കണ്ടെത്തിയെന്ന പേരൂർക്കട പോലീസിന്റെ വാദം ഇപ്പോൾ പൊളിയുകയായിരുന്നു. ബിന്ദുവിനെ അന്യായമായാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് ന്യായീകരിക്കാനാണ് പോലീസ് ഈ വാദം ഉയർത്തിയത്. ഇതിനെതിരെ പ്രവർത്തിച്ച പേരൂർക്കട SHO ശിവകുമാർ, ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വീട്ടുജോലിക്കാരിയായ പനവൂർ പനയമുട്ടം സ്വദേശിനി R ബിന്ദുവിനെതിരെയാണ് മോഷണം ആരോപിച്ച് വീട്ടുടമ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയൽ പരാതി നൽകിയത്. മാല നഷ്ടപ്പെട്ടത് 2025 ഏപ്രിൽ 18-നാണെങ്കിലും പരാതി നൽകിയത് 23-നായിരുന്നു. വീട്ടിൽ അറിയിക്കാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ബിന്ദുവിനെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ അനധികൃതമായി കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മാല കിട്ടിയതായി ഓമന ഡാനിയൽ തന്നെയാണ് പോലീസിനെ അറിയിച്ചത്. തുടർന്ന് ബിന്ദുവിനെ പോലീസ് വിട്ടയച്ചു. സ്വർണമാല എങ്ങനെ ചവറുകൂനയിൽ എത്തി എന്ന ചോദ്യത്തിനാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലൂടെ ഉത്തരമാകുന്നത്.